നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചോര കുഞ്ഞായിരുന്ന നിന്നെ കണ്ടപ്പോ മുതല് കളഞ്ഞേക്കാ ഞാൻ പറഞ്ഞത്. നിന്റെയൊക്കെ രക്തഗുണം അതല്ലേ? പിഴച്ചുപോയ ഒരു തള്ളക്ക് നേരെ ചൊവ്വ ഒരുത്തി എങ്ങനെ ജനിക്കാനാ? അങ്ങോട്ട് പോടി. നീ ആരാടി? പുരാണ കഥയിലെ ദേവകന്യകയോ? ക്ഷേത്രമുറ്റത്ത് വെച്ച് നീ ഒരു കള്ളക്കഥ പറഞ്ഞാല് അത് വിശ്വസിക്കാനുള്ള മണ്ടന്മാരാണോ നിനക്ക് ചുറ്റുമുള്ളത്? ഭഗവാൻ താലി കെട്ടി പോലും. അതിന് മാത്രം മഹത്വം എന്താടി നിനക്ക്? തന്തെന്തള്ളയില്ലാത്തതോ അതോ വളർത്തിയ തന്തെന്തള്ളയും ചതിച്ചതോ? നീ എന്നെ കുറിച്ച് ചിന്തിക്കണ്ട, എന്നെ കുറിച്ച് ആലോചിക്കുകയും വേണ്ട. ആറ്റുവാശ്ശേരിയുടെ അഭിമാനവും നിനക്ക് പ്രശ്നമല്ല. പക്ഷെ നീ എപ്പോഴും പറയാറില്ലേ ദൈവത്തിനെ പോലെയാണ് ദേവനാരായണൻ നിനക്കെന്ന്? അവൻ ചാകണോ ജീവിച്ചിരിക്കണോന്ന് ആലോചിച്ചിട്ടുണ്ടോടി നീ? നിന്റെ കൊള്ളക്കണ്ണീര് ഇനി ഈ വീടിനകത്ത് വീഴാൻ പാടില്ല. നിന്റെ മനസ്സിൽ ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എന്റെ പ്രിയങ്കമോളുടെ ജീവിതം ഇല്ലാതാക്കണമെന്നല്ലേ? നീ കൃത്യസമയത്ത് വിളിച്ചു വരുത്തിയല്ലോ അവനെ. എല്ലാം ഇട്ടെറിഞ്ഞ് ഓടി വന്നല്ലോ അവൻ. എന്നിട്ട് പിന്നെ എന്തോടി നിന്നെ കെട്ടാമെന്ന് ഉദ്ദേശിച്ച് വന്നവനെ വിട്ടിട്ട് ആ വന്നവന്റെ കൈക്ക് പിടിക്കാഞ്ഞത്? അതും കൂടി ചെയ്തിരുന്നെങ്കിൽ എല്ലാം പൂർത്തിയാക്കായിരുന്നല്ലോ നിനക്ക്. പാല് കൊടുത്ത കൈക്ക് ഇവള് തിരിച്ചു കൊത്തുമെന്ന് ഞാൻ പറഞ്ഞപ്പോഴൊക്കെ അമ്മയുടെ ദേഷ്യം നിയന്ത്രിക്കണമെന്നല്ലേ നീയൊക്കെ പറഞ്ഞത്? അല്ലാതെ ഇവളെ നിയന്ത്രിക്കണമെന്ന് തീരുമാനിച്ചില്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് നിന്റെ ഭർത്താവിനും ഈ ഗതി വരുമായിരുന്നോ യശോദേ? ഇനി നിങ്ങൾ എങ്ങനെ പുറത്തിറങ്ങും? ആളുകളുടെ മുഖത്ത് എങ്ങനെ നോക്കും? എല്ലാം നശിപ്പിച്ചില്ലേ ഇവൾ ഒരുത്തി? നിനക്ക് തൃപ്തിയായോടി? നിന്നെ ന്യായീകരിച്ചതിനും സ്നേഹിച്ചതിനുമാണ് ഞാൻ ഈ കേട്ടോണ്ടിരിക്കുന്നത്. അച്ഛനെ അമ്മയെ ഈ അവസ്ഥയിൽ കൊണ്ടുവന്ന് നിർത്തുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. എങ്ങനെയാണ് നിനക്കിതിന് സാധിച്ചത്? എന്ത് തെറ്റാ നിന്നോട് ഞങ്ങൾ ചെയ്തേ? വേണ്ട, ഈ അവസ്ഥയില് നീ എന്ത് പറഞ്ഞാലും ഞങ്ങൾക്കത് മനസ്സിലാവില്ല. എനിക്ക് മുത്തശ്ശിക്കും ഇതുവരെ നടന്നെത്താനുള്ള ആരോഗ്യമെങ്കിലും ബാക്കിയുണ്ടായിരുന്നു. നിന്റെ അച്ഛന്റെ അവസ്ഥ എന്തായിരിക്കും? അവിടെ കൂടി നിൽക്കുന്ന ആളുകള് ഇതുവരെ ബഹുമാനത്തോടെ തൊഴുതു നിന്നവര് അവരൊക്കെ ആക്ഷേപിക്കില്ലേ ആ മനുഷ്യനെ? നാണം കെട്ടവനെന്ന് മുദ്ര കുത്തില്ലേ? അതിന് ദേവൻ വഴിയിൽ തളർന്നു വീണാലോ ചത്തുപോയാലോ ഇവൾക്കെന്താ? ഇവള് ജയിച്ചില്ലേ? ഇവളുടെ മനസ്സിൽ തീരുമാനിച്ചതൊക്കെ നടന്നില്ലേ? ഈ ശാപം നിന്നെ വിട്ട് ഒഴിയില്ല മോളെ. ഇനി എത്രയൊക്കെ സഹിക്കാൻ തീരുമാനിച്ചാലും ഇപ്പൊ ഞങ്ങളുടെ മനസ്സിന് നീ തന്ന വേദനയുണ്ടല്ലോ, അത് നിന്റെ തലയിൽ വീണിട്ടുണ്ട്. മനം നിറഞ്ഞ ശാപമായി വീണിട്ടുണ്ട്. ഇവൾക്ക്, ഈ യശോദയ്ക്ക് ഈ ഇരിപ്പിനും കരച്ചിലിനും ഒക്കെ അർഹതയുണ്ട്. ഇതുകൊണ്ടാടി ചോര കുഞ്ഞായിരുന്ന നിന്നെ കണ്ടപ്പോ മുതല് കളഞ്ഞേക്കാ ഞാൻ പറഞ്ഞത്. നിന്റെയൊക്കെ രക്തഗുണം അതല്ലേ? പിഴച്ചുപോയ ഒരു തള്ളക്ക് നേരെ ചൊവ്വ ഒരുത്തി എങ്ങനെ ജനിക്കാനാ? ഇതെല്ലാം കണ്ട് തിരിച്ചു പോയ കണിമംഗലത്തുകാര്
പ്രിയങ്കയുടെ കാര്യത്തിൽ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും തീരുമാനം എടുത്താൽ നിന്നെ ഞാൻ ഉണ്ടല്ലോ. നീ ഇനി ജീവിച്ചിരിക്കണ്ടടി. കൊല്ലുവടി നിന്നെ ഞാൻ. കൊല്ലും. വേണ്ട. എടി, ഒന്നും പറയണ്ട. ഇനി ഇരുന്ന് ന്യായീകരിക്കാണോ? ഉള്ള ജീവനും കൂടി ഇവളെ എടുത്തോട്ടെ. അമ്മ, എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയായിരുന്നില്ല. എന്റെ നാവില് ഭഗവാനപ്പ അങ്ങനെ തോന്നിച്ച്. വേണ്ട, ഭഗവാനെ കൂടി കളങ്കപ്പെടുത്തണ്ട. നീ ഉച്ചരിച്ചാല് ആ നാമം കൂടി കളങ്കപ്പെടും. കേട്ടോടി? അമ്മേ, അമ്മേ, അമ്മേ. രാധിക മനസ്സറിഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ട്. മറ്റൊരാളുടെ താലി അവളുടെ കഴുത്തിൽ വീഴാതെ അവൾ സംരക്ഷിച്ചത് അതുകൊണ്ട് മാത്രമാണ്. അവൾക്ക് എന്നെ മറക്കാൻ പറ്റില്ല. അവൾക്ക് മറ്റൊരാളുടെ ഭാര്യയാവാൻ പറ്റില്ല. അവൾ എനിക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുകയാണ്. അതിന്റെ തെളിവാണ് അവൾ തന്നത്. വരുൺ, ക്ഷേത്രനടയിൽ വെച്ച് ചേച്ചി ചെയ്തത് ആർക്കും പൊറുക്കാനാവാത്ത കാര്യോ? അച്ഛനും അമ്മയും അതെങ്ങനെ അതിജീവിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ വരുൺ ഒരു കാര്യത്തിലും ഇടപെടാൻ പോകരുത്. ഇനി ചേച്ചിയോട് ഒരു വാക്ക് മിണ്ടാൻ പോലും നിൽക്കരുത്. ഞാൻ ആരോട് എന്ത് ചെയ്യണമെന്നുള്ള കാര്യം എനിക്കറിയാം. അതിന് തന്റെ ഉപദേശം ആവശ്യമില്ല. ക്ഷേത്രത്തിൽ ഇപ്പൊ നടന്നതൊക്കെ ചേച്ചി സ്വയം തീരുമാനിച്ചതാണോ? അതോ ആ തീരുമാനത്തിന് പിന്നിൽ വരുണുണ്ടോ? ഇതൊന്നും നമ്മൾ തമ്മിൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ജീവിതം പങ്കുവെക്കേണ്ട കരാറൊന്നും നമുക്കിടയിലില്ല. പിരിയാനുള്ള കരാർ മാത്രമേ ഉള്ളൂ. ഒരു കരാറിന്റെ പേരും പറഞ്ഞ് എന്നെ അത്ര വില കുറഞ്ഞവളായി കാണണ്ട. ഇനി വരുൺ ആറ്റുവാശ്ശേരിയിലേക്ക് പോവില്ല. എന്റെ കുടുംബത്തിലുള്ള ആരെയും കാണില്ല. ചേച്ചിയുമായിട്ട് സംസാരിക്കില്ല. ഇതെന്റെ തീരുമാനമാ. നിന്റെ തീരുമാനങ്ങൾ അനുസരിക്കാൻ ഞാൻ നിന്റെ വളർത്തുന്നായൊന്നും അല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.